അബുദാബിയിലെ വ്യവസായ മേഖലയുടെ വളർച്ചയ്ക്ക് വലിയ പങ്കുവഹിക്കുന്ന കെസാദിലേക്ക് മാത്രം 3 വട്ടമാണ് ഇറാൻ ആക്രമണം നടത്തിയത്. മലയാളികളുടേതുൾപ്പെടെ നിരവധി ഇന്ത്യൻ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സ്വതന്ത്ര വ്യാപാര മേഖലയാണ് ഈ സ്ഥലം. അതേസമയം ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചതായി അബുദാബി മീഡിയ ഓഫീസ് അറിയിച്ചു. ഇതിനിടെ സൗദി, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാനിലെ സലാല തുറമുഖം എന്നിവിടങ്ങളിലേക്കും ഇറാൻ ആക്രമണം നടത്തി. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. യുദ്ധം തുടങ്ങി 1 മാസം തികയുന്ന മാർച്ച് 28-ന് അബുദാബിയിലേക്ക് ഇറാന്റെ മിസൈൽ ആക്രമണ ശ്രമം തുടർച്ചയായി നടന്നു. ഖലീഫ എക്കണോമിക് സോൺ എന്ന കെസാദ് മേഖലയിലേക്ക് നടന്ന സംഭവത്തിൽ 5 ഇന്ത്യക്കാർക്കും ഒരു പാകിസ്ഥാൻ സ്വദേശിക്കും പരിക്കേറ്റു. ഈ പരിസരത്ത് തീപിടുത്തമുണ്ടായി. UAEയുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്ത ബാലിസ്റ്റിക് മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചാണ് തീപിടുത്തത്തിന് കാരണമായതെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. അതേസമയം മിസൈൽ ആക്രമണം വിജയകരമായി പ്രതിരോധിച്ചെന്നും സ്ഥിതിഗതികൾ നിയന്ത്രണവിധേയമാണെന്നും UAEയുടെ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഇതിനിടെ സൗദി അറേബ്യയിലെ അമേരിക്കൻ വ്യോമത്താവളത്തിന് നേരെയും ഇറാന്റെ ആക്രമണം ഉണ്ടായി. ആക്രമണത്തിൽ 12 അമേരിക്കൻ സൈനികർക്ക് പരുക്കേറ്റു. സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിലും ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായി. ഒമാനിലെ സലാല തുറമുഖത്തിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ഒരു വിദേശിക്ക് പരുക്കേറ്റു. ഒരു ക്രെയിൻ പൂർണ്ണമായും തകർന്നു. കുവൈറ്റിനെ ലക്ഷ്യമാക്കിയും ഇറാൻ ഡ്രോണുകളും മിസൈലുകളും വിക്ഷേപിച്ചു. 6 ഡ്രോണുകൾ തകർത്തതായി കുവൈറ്റ് സേന വ്യക്തമാക്കി. ബഹ്റൈനിലും ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. അതേസമയം ആണവ കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ജയ് ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jai Hind TV. Stay tuned for the 1,000 countdown.